എല്ലാവരും ചെയ്യുന്ന ബാലി സ്വിംഗ് ഇത് വർത്താണ്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഈ ഫോട്ടോ ഇടുന്നു. ഒരു വൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ലോങ് റെഡ് ഡ്രസ്സ് ഇട്ട് ഒരു സ്വിങ്ങിൽ ഇങ്ങനെ ആകാശത്തൂടെ റൈസ് ടെറസിനെ ലക്ഷ്യമാക്കി പായുന്നു. മാജിക്കൽ ബാലി എക്സ്പീരിയൻസ്. പക്ഷെ ഇത് റിയലി വർത്താണ്. 1500 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക്, പ്ലസ് എൻട്രി ഫീസ് പ്ലസ് എക്സ്ട്രാസ്. Beach Club. Nusa Penida. Let's go snorkeling. Sometimes I feel I'm gonna break down and cry. Nowhere to go, nothing to do with my time. I get lonely, so lonely, living on my own. ഇന്നത്തെ എപ്പിസോഡിൽ ടെഗലലാങ്ങിൽ ഞാൻ പോകുന്നതും സ്വിംഗ് സ്കിപ്പ് ചെയ്തതും ഒപ്പം ഉബുദ് മാർക്കറ്റിലെ എൻ്റെ എസ്പിയനാജും CP ലോഞ്ചിൽ കൊറിയൻ ഗേൾസിനെ അട്ടിമറിച്ചുകൊണ്ട് ബോളിവുഡ് കരയൊക്കെ നടത്തിയതും നിങ്ങൾക്ക് കാണാം. ഡേ 2 ഇൻ ഉബുദ്. പ്ലീസ് കം വിത്ത് മീ. രാവിലെ 6 AM തന്നെ ഫോൺ അലാം അടിച്ചു. കണ്ണു തുറന്നു. ഉബുദ് മോർണിംഗ് സൗണ്ട്സ്, കിളികളുടെ കളകൂജനം, ദൂരത്തായി ഒരു നദി, എവിടെ നിന്ന് ഒഴുകി വരുന്ന ഗമാളൻ സംഗീതം, ഒരു കേരളത്തിലെ തനത് ഗ്രാമത്തിന്റെ വൈബ്, പക്ഷേ ഇന്തോനേഷ്യയിലാണെന്ന് മാത്രം. ആദിവാനയിലെ പൂളിലേക്ക് രാവിലെ വെച്ചു പിടിച്ചു. സൺറൈസ് ലൈറ്റ്, മിസ്റ്റ് ഓവർ ദ ജംഗിൾ, കംപ്ലീറ്റ്ലി എംറ്റി. ഒരു സ്ലോ ഡിപ്പ് 5 മിനിറ്റോളം അവിടെ കിടന്നു. അവിടെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. റെസ്റ്റോറൻറ്റ് റിവറിന് മുകളിലായി വുഡ് ഡെക്കിൽ ബുഫേ സ്പ്രെഡ്. ഇന്തോനേഷ്യൻ ക്യുസീനാണ്. നാസി ഗോരങ്, മീ ഗോരങ്, സോട്ടോ അയാൻ, ഫ്രഷ് സാമ്പാൽ, ക്രുപ്പുക്, ക്രാക്കേഴ്സ് എല്ലാം ഉണ്ട്. എന്നാൽ ഇപ്പുറത്തെ കോണ്ടിനെൻ്റൽ സൈഡുമുണ്ട്. പാൻ കേക്ക്സ്, എഗ്സ് എനി സ്റ്റൈൽ, ഫ്രഷ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, അതിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ, പൈനാപ്പിൾ, സ്നേക്ക് ഫ്രൂട്ട് ഒക്കെ ഉണ്ട്. നാസി ഗോരങ് അഥവാ ഫ്രൈഡ് റൈസ് ബ്രേക്ക്ഫാസ്റ്റിന് അല്പം കൺഫ്യൂസിംഗ് ആയ കോൺസെപ്റ്റാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ്, ഫ്രൈഡ് എഗ് ഓൺ ടോപ്പ്, പ്രോൺ ക്രാക്കേഴ്സ്, പ്യുവർ സോൾ ഫുഡ് തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് BHXലെ മറ്റ് ട്രാവലേഴ്സുമായി ഐസ് ബ്രേക്കർ സെഷൻ. 12 സ്ട്രേഞ്ചേഴ്സ് ജംഗിൾ ലോണിൽ വട്ടത്തിലിരുന്നു. ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്. 1 റൂൾ, ബി റിയൽ, നോ റസ്യൂം ബ്രാഗിങ്. ഞങ്ങൾ ഓരോരുത്തരായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. രാജ്, ജയ്, റീന, സ്നേഹ, ശ്രീ, സിദ്, ചന്ദ്ര, ഡോക്ടർ അനീസ, പിന്നെ ഞാനും. 2 മണിക്കൂർ കൊണ്ട് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ളതൊക്കെ മാറി. എല്ലാവരും ഫ്രണ്ട്സായി. ഒരു റാൻഡം കണക്ഷൻ. ഈ ഗ്രൂപ്പ് ഇനി അടുത്ത 7 ദിവസം എൻ്റെ ബാലി ഫാമിലി ആകാൻ പോവുകയാണ്. അതിനുശേഷം ഗ്രൂപ്പിൽ നിന്നൊരു ടെമ്പററി ബ്രേക്ക് എടുത്തു. ഞാൻ ഒറ്റയ്ക്ക് ടെഗലലാങ് റൈസ് ടെറസിലേക്ക് പോയി. എൻട്രി 500 രൂപ. ഓക്കെ, ഫെയർ. പക്ഷെ അകത്ത് കയറിയപ്പോൾ ഡ്രാമ തുടങ്ങി. ഫേമസ് സ്വിംഗ് ഫോട്ടോയ്ക്ക് എക്സ്ട്രാ 1500, ബേർഡ് നെസ്റ്റ് ഫോട്ടോയ്ക്ക് 1200, ഹാർട്ട് ഷേപ്ഡ് ഫ്രെയിം ബൂത്തിന് എക്സ്ട്രാ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, ഒരുതരം നമ്മുടെ കാശ് കൊണ്ടുവന്ന ATM പോലെ തോന്നി. ഞാൻ അപ്പം തന്നെ നിർത്തി ബ്രെയിനിൽ ഒരു കാൽക്കുലേറ്റർ ആക്ടിവേറ്റ് ചെയ്തു. ദൂരെ നിന്ന് മറ്റ് ടൂറിസ്റ്റുകൾ സ്വിംഗിൽ കയറുന്നത് കണ്ടു. അങ്ങനെ ഞാൻ സ്വിംഗ് സ്കിപ്പ് ചെയ്തു. സെയിം വ്യൂ, സെയിം ബാക്ക്ഡ്രോപ്പ്. ഫോണൊന്ന് സൂം ചെയ്താൽ മാത്രം മതി. ഫോട്ടോ വിത്ത് സ്വിംഗ് നഷ്ടമായി. എങ്കിലും അതൊരു നഷ്ടമായി എനിക്ക് തോന്നിയില്ല. പ്ലസ് റെഗുലർ പാത്വേയിലൂടെ നടന്നാൽ യഥാർത്ഥത്തിലുള്ള കർഷകരുടെ പണിയും ടെഗലലാങ് റൈസ് ടെറസുകളും നമുക്ക് നന്നായി കാണാം. ഇവിടെ മാത്രമല്ല, ഉബുദിന്റെ പല സ്ഥലങ്ങളിലും നമുക്ക് റൈസ് ടെറസ് കാണാം. പക്ഷേ ഇവിടെ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് പണം കൊടുക്കണമെന്ന് മാത്രം. സോ ഇസ് ദ ബാലി സ്വിംഗ് വർത്ത് ഇറ്റ്? ഒരു ഇൻസ്റ്റാഗ്രാം ഷോട്ടിന് വേണമെങ്കിൽ യെസ് എന്ന് പറയാം. ഫോട്ടോഗ്രാഫർ ഇൻക്ലൂഡഡ്, പെർഫെക്റ്റ് ആംഗിൾ, വൈറ്റ് ഡ്രസ് ഫ്ലൈയിങ്, എല്ലാം കൂടെ നല്ലൊരു മെമ്മറി. പക്ഷേ ഒരു ആക്ച്വൽ ബാലി എക്സ്പീരിയൻസ് എന്ന നിലയിൽ നോ. ബാലിയിൽ മറ്റു പലതുമുണ്ട്. ടെഗലലാങ് മാജിക് താഴത്തെ പാത്വേയിലാണ്. അതും ഫ്രീ ആയി നടന്ന് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. റിഡ്ജിലൂടെയുള്ള ആ സൈലന്റ് വാക്കാണ് ഏറ്റവും പ്രഷ്യസ്. ദൈവത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് കോപ്പിറൈറ്റ് ഫ്രീ.
ലഞ്ച് ഒരു വാറങ്കിൽ നിന്ന് കഴിച്ചു, നാസി കാംപൂർ, പിന്നെ നേരെ ഉബുദ് മാർക്കറ്റിലേക്ക്. ഇതൊരു മാർക്കറ്റല്ല, ഒരു സെൻസറി എക്സ്പീരിയൻസ് ആണ്. നാരോ വാലീസ്, വുഡൻ സ്റ്റോൾസ്, ഹാൻഡ് വൂവൺ ആയിട്ടുള്ള സാരങ്സ്, ബത്തിക് പ്രിന്റുകൾ, ഒരു വശത്ത് വുഡ് കാർവിങ്സും ബുദ്ധ ഹെഡുകളും ഗരുഡ സ്റ്റാച്യൂസും ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള മാസ്കുകൾ, മുകളിൽ ഡ്രീം ക്യാച്ചേഴ്സ്, വിൻഡ് ചൈംസ്, വെള്ള നിറത്തിലുള്ള വിവിധ തരം വസ്ത്രങ്ങൾ. എല്ലാ സ്റ്റോളിലും ഒരുവിധം ഏകദേശം ഒരുപോലുള്ള ഐറ്റംസ്, വ്യത്യസ്തമായ വിലകൾ, എന്നാൽ ക്വാളിറ്റിയും വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ നോക്കണം. പ്രോ ടിപ്സ്: ഒന്നാമതായി, എല്ലാ ഐറ്റംസും 3-4 മടങ്ങ് ഇൻഫ്ലേറ്റഡ് ആണ്. രണ്ടാമത്, വോക്ക് അവേ, അതാണ് മാജിക് വേർഡ്, അവർ തിരിച്ചു വിളിച്ചോളും. മൂന്നാമത്, വഴക്ക് പിടിക്കേണ്ട, എല്ലാത്തിനും ചിരിച്ചു കാണിച്ചങ്ങ് പോയാൽ മതി. 4, ക്യാഷ് തന്നെ കൊണ്ടുപോകണം. പലരുടെയും കയ്യിൽ കാർഡ് പേയ്മെൻറ്റ് സംവിധാനങ്ങളില്ല. ഞാനൊരു നല്ല ഹാൻഡ് ബാഗ് കണ്ടു. അതിൻ്റെ വില ചോദിച്ചപ്പോൾ വളരെ കൂടുതലായിരുന്നു. പക്ഷേ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഡൽഹി കപ്പിൾ ഒരു ഡൽഹി സ്റ്റൈലിൽ അത് ബാർഗെയിൻ ചെയ്ത് ഏറ്റവും താഴെ അവരെ കൊണ്ടുവന്നു. അവസാനം ഒരു പ്രൈസിന് അയാൾ സമ്മതിച്ചതാണ്. പക്ഷേ ഡൽഹിക്കാരെ അത് ഏറ്റെടുക്കാതെ മുന്നോട്ട് നടന്നു. ഇത് കേട്ടു നിന്ന് ഞാൻ പുറകെ വന്ന് അവരുടെ പ്രൈസിന് എനിക്ക് തരണമെന്ന് വെണ്ടറോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ കിട്ടുകയും ചെയ്തു. അതാണ് മലയാളിയുടെ സെക്കൻഡറി സ്കിൽ, നിരീക്ഷണം. വൈകുന്നേരം ലാഫിംഗ് ബുദ്ധ ബാറിലേക്ക്. ഉബുദിലെ മോസ്റ്റ് ഹാപ്പനിങ് സ്പോട്ടാണ്. ലൈവ് മ്യൂസിക്, ഫെയറി ലൈറ്റ്സ്, വുഡൻ ടേബിൾസ്, ഒരു മിക്സഡ് ക്രൗഡ് തന്നെ. BHX ഗാങ്ങിൽ നിന്ന് എല്ലാവരും അവിടെ എത്തി. ലോങ് ടേബിൾ ഞങ്ങൾ ബുക്ക് ചെയ്തു. ലൈവ് ബാൻഡ് 3 പേര്, അക്കോസ്റ്റിക് ഗിറ്റാർ, പെർക്കഷൻ, സോൾഫുൾ വോക്കൽസ്, ഇംഗ്ലീഷ് ക്ലാസിക്സ് തന്നെ അവർ പാടി. ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് അവരെടുത്തു. ചിക്കൻ ചാട്ടെ, ഗാർലിക് നാൻ, നാസി കോരൻ, ഫ്രഷ് ജ്യൂസ്, നല്ല ഒരു ഡിന്നർ. പക്ഷെ ഡിന്നർ കൊണ്ട് രാത്രി തീരുന്നില്ല. ലാഫിംഗ് ബുദ്ധയിൽ നിന്നും 2 മിനിറ്റ് നടന്നാൽ CP ലോഞ്ച്, ഉബുദ് നൈറ്റ് ലൈഫ് എപ്പിസെന്റർ. ഡാൻസ് ഫ്ലോർ പാക്ഡ് ആണ്. ഞങ്ങൾ കയറിയപ്പോൾ DJ ട്രാക്ക് മുഴുവൻ ഡോമിനേറ്റ് ചെയ്തത് കൊറിയൻ ട്രാക്സ് ആണ്. ബ്ലാക്ക് പിങ്ക്, ന്യൂ ജീൻസ്, അവിടെ ഒരു കൊറിയൻ ഗേൾസിന്റെ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് ഒബ്സർവ് ചെയ്തു. പക്ഷെ പയ്യെ ഇന്ത്യക്കാരങ്ങോട്ട് ഇറങ്ങി. കരയോക്കെയിൽ നമ്മുടെ പാട്ടുകൾ ഓരോന്നായി ഞങ്ങൾ വെക്കാൻ തുടങ്ങി. ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. കോയി കഹയിൽ ഞങ്ങൾ ഡാൻസ് ഫ്ലോറിനെ അങ്ങ് അടക്കി വച്ചു. ബോളിവുഡ് ബീറ്റ്സ് ഒരു യൂണിവേഴ്സൽ കറൻസിയാണെന്ന് മനസ്സിലായി. ദിൽ ചാഹത്ത ഹേ വൈബിന് കൊറിയക്കാരും മറ്റ് രാജ്യക്കാരും എല്ലാവരും ഒപ്പം കൂടി. 12-1 മണി വരെ എനർജി പീക്ക്. പിന്നെ ഒരു ഗ്രാബിൽ കയറി തിരിച്ച് ആദിവാനയിലേക്ക്. ബെഡിലെത്തിയതും ക്രാഷായി. 5 സെക്കൻഡിനുള്ളിൽ ഉറങ്ങി. ഡേ 2 ലെസൺ: ബാലി സ്വിങ് സ്കിപ്പ് ചെയ്താലും ബാലി എക്സ്പീരിയൻസിന് ഒരു കുറവും വരില്ല. യഥാർത്ഥ ആളുകളോടൊപ്പം യഥാർത്ഥ എനർജിയിലാണെങ്കിൽ എൻറ്റയർ ഐലൻഡ് നമ്മുടേതാക്കാം. അടുത്ത എപ്പിസോഡിൽ ATV ആൻഡ് സൺസെറ്റ് ദാറ്റ് ബ്രോക്ക് മീ. മഡ് റൈഡിൽ തുടങ്ങി ഉബുദിൻ്റെ കാടുകളിലൂടെയുള്ള ഒരു അടിപൊളി ATV റൈഡ്. ഉബുദ് പാലസിലെ ട്രഡീഷണൽ ഡാൻസ്, സായാൻ പോയിന്റിലെ സൺസെറ്റ്. സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യൂ. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹംബിൾ, കീപ് ട്രാവലിംഗ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പീസ് ഔട്ട്.